മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണോ പൗലോസും പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആരും നന്നാവില്ല. അതാണ് പ്രശ്നം. ആർക്കും നന്നാവാൻ പറ്റില്ല. ഇതാണ് പാപത്തിൻ്റെ ആ ഡിഫിക്കൽട്ട് തലമെന്ന് പറയുന്നത്. പൗലോസ് അവിടെ പാപത്തിൻ്റെ 4 തലങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ പാപത്തിൻ്റെ 4 ലെവൽസ് ഓഫ് സിൻ നമ്മളെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദ ഫസ്റ്റ് ലെവൽ നമ്മൾ കാണുന്നത് പ്രവൃത്തികളുടെ ലെവലാണ്. നമ്മൾ പാപം ചെയ്യുന്നത് തിരിച്ചറിയുന്ന പ്രവൃത്തികളാലാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആകുന്നത്. കാരണം പ്രവൃത്തികൾ വെച്ചാൽ നമ്മളെപ്പോഴും ആദ്യം ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് വിധിക്കുന്നത്. മനസ്സ് നോക്കി വിധിക്കാൻ നമുക്ക് അറിയത്തില്ല. ആകെ നമ്മുടെ മനസ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മളെയൊക്കെ പോലെയൊക്കെ എല്ലാം വഷളായിരിക്കും എന്നൊരു ചിന്തയാണ് നമ്മളുടെ ഒരു ആശ്വാസം. പക്ഷേ ഓരോ മനുഷ്യനും പ്രവൃത്തികൾ നോക്കി വിധിക്കുന്ന ഒന്നാമത്തെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാപം എന്ന് പറയുന്നത് പ്രവൃത്തികളാലാണ്. കള്ളം പറയുന്നത് പാപം, മോഷ്ടിക്കുന്നത് പാപം, വ്യഭിചാരം പാപം, കൊലപാതകം പാപം, ധനത്തിന് വേണ്ടി നടക്കുന്നത് പാപം, വിഗ്രഹാരാധന പാപം. ഇതെല്ലാം പാപമാണ്, പ്രവൃത്തികളാണ്. കള്ളു കുടിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്, ഇതെല്ലാം പാപമാണ്. ഇതെല്ലാം പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികളാൽ വരുന്ന പാപമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ആദ്യം വേദനിക്കുന്നത്. അത് മാറിപ്പോകണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും, കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഫസ്റ്റ് വിഷമം എന്ന് പറയുന്നത്, കർത്താവേ ഈ പാപങ്ങളിൽ നിന്നല്ല എന്നെ രക്ഷിക്കണേ. അതെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മനസ്സിൻ്റെ തലത്തിലല്ല, പ്രവൃത്തികളുടെ തലത്തിലാണ്. ഇതാണ് ഒന്നാമത്തെ തലം. പ്രവൃത്തികളുടെ തലത്തിൽ നമ്മൾ നന്നാവേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ മാത്രമേ ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തുകയുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ എപ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഉളവാകണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നതല്ല, അത് വെളിപ്പെട്ട് വരണം. വിശ്വാസത്താൽ നിന്നുള്ള പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയുള്ളൂ, അവൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ നടപ്പാകുന്നുണ്ട് എന്ന് അറിയുകയുള്ളൂ. എന്നാൽ വേറൊരു പ്രശ്നം, നമ്മുടെ ശരീരം കൊണ്ട് എത്ര നന്നായി, പ്രവൃത്തി കൊണ്ട് എത്ര നന്നായാലും, സൽപ്രവൃത്തികൾ ചെയ്താലും, പണം വാരി എറിഞ്ഞു കൊടുത്താലും, പ്രോബ്ലം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് അതുകൊണ്ടൊന്നും നന്നാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവൃത്തികളല്ല, മനസ്സാണ്. പ്രവൃത്തികൾ നോക്കുകയില്ലെന്നല്ല, പ്രവൃത്തികൾ നോക്കും. പക്ഷെ എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ള മോട്ടിവേഷൻ എന്നുള്ളതാണ് ദൈവത്തിന് ശരിക്കും അറിയേണ്ടത്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് നമ്മളെപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ എത്ര നന്നാക്കിയാലും നമുക്ക് ഹൃദയങ്ങൾ നന്നാകണമെന്ന് നിർബന്ധമില്ല. അതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആളുകൾ നോക്കുമ്പോൾ എൻ്റെ അടകളെല്ലാം കറക്റ്റാണ്. എൻ്റെ അകത്തെ ചീത്ത മനുഷ്യൻ ഒരിടത്തും വെളിയിൽ പോയിട്ടില്ല, ആർക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അകത്തിരിക്കുന്ന ചിന്തകളൊന്നും അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയില്ല. ഞാൻ ക്ലീൻ ആക്കി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് നോക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിനെ നോക്കുമ്പം അവൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തികൾ പോരാ, നമ്മുടെ മനസ്സും ക്ലീനായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നുള്ളൂ. രണ്ടാമത്തെ തലത്തിൽ നമ്മൾ സെൻസ് ചെയ്യുന്ന പാപം എന്ന് പറയുന്നത്, കർത്താവേ എനിക്കിപ്പോഴും അസൂയ ഉണ്ടല്ലോ, എനിക്കിപ്പോഴും ആളുകളോട് ദേഷ്യം വരുന്നുണ്ടല്ലോ, ഇത് മറ്റാരും മനസ്സിലാക്കുന്നില്ല, അവരാരും അതിനെക്കുറിച്ച് അറിയുന്നില്ല. ആദ്യത്തെ തലത്തിൽ നമുക്ക് ഭയം മനുഷ്യരെയാണ്, അവർ കാണുമല്ലോ എന്നുള്ളതാണ്. എന്നാൽ അടുത്ത തലത്തിൽ നമുക്ക് ഭയം മനുഷ്യർ കണ്ടാലും ഇല്ലെങ്കിലും എൻ്റെ ഹൃദയം നോക്കുന്നൊരു ദൈവം, എൻ്റെ അകത്തെ ചിന്തകൾ, അത്യാഗ്രഹങ്ങൾ, ഞാൻ അഭിനയിക്കുന്നുണ്ട്, എനിക്ക് പണത്തോട് ആഗ്രഹമില്ല, എനിക്ക് ഈ ലോകത്തിൽ മോഹങ്ങളില്ല എന്നൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്തേക്കൊന്ന് ചൂഴ്ന്ന് നോക്കി കഴിയുമ്പം ഇതെല്ലാം അവിടെ എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ആൾക്കാരെന്നെ അംഗീകരിക്കണം എന്നുള്ള ആഗ്രഹം എവിടെയൊക്കെയോ കോർണറിൽ ഇരിപ്പുണ്ട്. എൻ്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതായി പോകരുത്, എന്നെ ആൾക്കാർ ബഹുമാനിക്കണം, ഞാൻ അപമാനിക്കപ്പെടരുത്, അതെല്ലാം ഉള്ള ആഗ്രഹങ്ങൾ, ഈ ലോകത്തോടുള്ള ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സ് ശരിക്കും സമർപ്പിക്കപ്പെടുന്നില്ല. അതാണ് രണ്ടാമത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ തലം. അപ്പോൾ ഈ മനസ്സ് ശരിയാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. വേദപുസ്തകം അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് പാപപ്രവൃത്തികൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാപപ്രവൃത്തികൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം, അവിടെ ഹോമോസെക്ഷുവാലിറ്റി മുതൽ അസൂയ ഉൾപ്പെടെ നമ്മുടെ സ്വാഭാവിക ജീവനിൽ നമുക്കുണ്ടാകുന്ന എല്ലാവിധ പാപങ്ങളുടെയും ഒരു ലിസ്റ്റാണ് റോമാലേഖനം 1-18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതിൻ്റെ അവസാന ഭാഗത്ത് ഒരു വലിയ ലിസ്റ്റ് ഓഫ് പാപങ്ങൾ, ഇവൻ മാനസിക വ്യാപാരങ്ങൾ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഠിന ഹൃദയമുള്ളവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എല്ലാ പാപങ്ങളുടെയും ലിസ്റ്റ് ഏകദേശം അവിടെ ഉണ്ട്.
പക്ഷെ അതിനുള്ള കാരണം എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ്. അത് 20, 21, 22 വാക്യങ്ങളിൽ ആ ഭാഗത്താണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടിതാവിന് മഹത്വം കൊടുക്കാതെ തേജോമയനായ ദൈവത്തിന്, അക്ഷയനായ ദൈവത്തിന്, അവൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, ഇഴജാതി, പക്ഷി, നാൽക്കാലി ഇവയുടെ സദൃശമാക്കി മാറ്റിക്കളഞ്ഞ മനുഷ്യനെ ദൈവം അധമരാഗങ്ങൾ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പാപത്തിൻ്റെ എല്ലാ റൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റാതെ വരുന്നതാണ് എന്നുള്ളതാണ് ആ വചനം കാണിക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും അത്രയൊന്നും പറ്റാറില്ല. അപ്പോൾ അത് പാപത്തിലേക്ക്. ഉദാഹരണത്തിന് നമ്മുടെ അയൽവക്കത്ത് എൻ്റെ വണ്ടിയേക്കാളും നല്ലൊരു വണ്ടി അയൽവക്കക്കാരൻ മേടിച്ച് കഴിയുമ്പോൾ എൻ്റെ ചോദ്യം, അവൻ ഈ പൈസയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന്. കാരണം അതൊരു അസൂയയുടെ ശബ്ദമാണ്. അതുണ്ടാകാൻ കാരണം ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയാൻ പറ്റാതെ ഈ കാറിന് മഹത്വം കാണുന്നതുകൊണ്ടാണ്. ഈ കാറിന് ആ കാറിനേക്കാൾ കൂടുതൽ മഹത്വം അങ്ങനെ കാണുന്നതുകൊണ്ടാണ്. മഹത്വം ശരിക്കും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് ശരിക്കും മഹത്വം ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പണം കൂടുതലുള്ളവരുടെ അസൂയ തോന്നുന്നതുകൊണ്ടാണ്, ദൈവത്തിനല്ല, നമ്മൾ പണത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും പാപത്തിൻ്റെ ഒരു റൂട്ടെന്ന് പറയുന്നത്, ഏത് പാപം എക്സാമിൻ ചെയ്താലും പ്ലഷർ, അതിൻ്റെ രസം, അതിൻ്റെ ഇഷ്ടങ്ങൾ, അതെല്ലാം ഉണ്ടാകുന്നത് അത് നമുക്ക് ദൈവത്തെക്കാളും വലുതാകുന്നത് കൊണ്ടാണ് എന്നാണ് റോമാലേഖനം പറയുന്നത്. എന്നാൽ അതൊരു വിഗ്രഹവൽക്കരണത്തിലേക്ക് മാറുമ്പോൾ, അതൊരു വലിയ പാപമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള അധമരാഗങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സംഭവിക്കുന്നതെന്നാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളിൽ പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റി അടുത്തയിടെ വലിയ പ്രശ്നമായൊരു സംഭവമാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായൊരു കാര്യമല്ല. എന്തുകൊണ്ട് നിസ്സാരമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തലമുറ ഒരുപക്ഷെ രക്ഷപ്പെട്ട് കാണുമായിരിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കും നിങ്ങൾ കണ്ടാൽ എന്ത് തോന്നും? ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഇവരെന്താ ഇങ്ങനെ? അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മുടേത്. ഇനി വരാൻ പോകുന്നത് ഒരു 5-10 വർഷം കഴിഞ്ഞ്, ഒരു 20 വർഷം കഴിഞ്ഞെന്ന് വിചാരിച്ച ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ കാലമാകുമ്പോൾ ആൺകുട്ടികൾ 2 പേര് അല്ലെ പെൺകുട്ടികൾ 2 പേര് എന്നിങ്ങനെ സംസാരിച്ചാലും സംശയിക്കേണ്ടി വരും. കാരണം അതും സമൂഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, ഒരു ലൈംഗികത വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടെ അടുത്ത് ഇടപെടാനുള്ള അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവായതുകൊണ്ട് സ്വാഭാവികമായും ആൺകുട്ടിയും പെൺകുട്ടിയും ആയിരിക്കും ഒന്നിച്ചു പോകുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ, വേണ്ടാത്ത പരീക്ഷണങ്ങളെല്ലാം നടത്താനുള്ള സൗകര്യങ്ങൾ കൂടിക്കൂടി വരും. കാരണം ഈ നിയമങ്ങൾ അത് അനുവദിക്കുന്നത് കൊണ്ട് പൊതുസമൂഹത്തിൽ അതൊരു അക്സെപ്റ്റഡ് നോമായിട്ട് മാറാം. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം വരും. 14 വയസ്സായി 15 വയസ്സായി ഇവൻ ആൺപിള്ളേരുടെ കൂടെ നടക്കുന്നത്, ഇവൻ ആൺപിള്ളേരുടെ കൂടെ നടക്കുന്നത്. അതൊരു ഉത്കണ്ഠയായിട്ട് മാറും മാതാപിതാക്കൾക്ക്. അയ്യോ, ഇവൻ പെൺപിള്ളേരോട് വർത്താനം പറയുന്നില്ല, ഇവന് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനൊരു പാരനോയ്യ സമൂഹത്തിൽ വന്നുള്ള അവസ്ഥ എന്താണെന്നറിയാം? 12-14 വയസ്സാകുമ്പോഴേക്കും ഇവന് പെൺപിള്ളേരോട് വർത്താനം പറയാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. കാരണം അതിനേക്കാളും വലിയൊരു കുഴിക്കകത്ത് പോയി ചാടാതിരിക്കാൻ. ഇങ്ങനെയാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം മോറാലിറ്റി നശിച്ച് വിവാഹം പോലും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ കാരണം ഈ ഒരു പാരനോയിയാണ്. അപ്പോൾ ശരിക്കും പിള്ളേരെ ഹോമോസെക്ഷുവാലിറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ഹെട്രോസെക്ഷുവാലിറ്റി കൺഫേം ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നൊരു ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ അടുത്ത ജനറേഷൻസ് പോകുന്നത്. ഈ വിഗ്രഹാരാധനയുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു സമൂഹത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു മോറൽ നാശമാണ്. അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് ഈ മ്ലേച്ഛതകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ റൂട്ട് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ പലപ്പോഴും വിചാരിക്കും ബൈബിളിൽ നിന്നാണ് ദൈവത്തെക്കുറിച്ച് അറിയുന്നതെന്ന്. അല്ല, ദൈവത്തെ ഒരാൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ബൈബിൾ തുറക്കാൻ പറ്റുള്ളൂ. കാരണം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിച്ചത് വിശ്വസിക്കണമെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് അതിനു മുമ്പേ ഉണ്ടാകണം. ഇപ്പോൾ ഗോഡ് ഈസ് ദെയർ എന്നുള്ള അറിവ് നമുക്ക് സ്വാഭാവിക വെളിപ്പാടിൽ നിന്ന് വരണം. ദൈവമുണ്ട്. ആ ദൈവമുണ്ടെന്നുള്ള വെളിപ്പാട് സ്വാഭാവികമായി വരുന്നില്ല. പകരം സൃഷ്ടിയെ ദൈവമായി കാണുന്നു. ആ മ്ലേച്ഛതയിലേക്ക് മനുഷ്യൻ പോകുമ്പോഴാണ് ഈ പാപത്തിൻ്റെ എല്ലാം അവസ്ഥകൾ വിവിധ തരങ്ങളിൽ വാഴുന്നത് എന്ന് റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് കണ്ടു. ഈ പാപത്തെ ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. റോമാലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും വായിക്കുമ്പോൾ ഈ മനസ്സിൻ്റെ തലത്തിൽ വരുന്ന പാപങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം. മനസ്സും പ്രവൃത്തിയും, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ആൻഡ് പ്രവൃത്തി. മനസ്സ് എങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണ്, ഇത് രണ്ടും സ്വാധീനിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഒരുത്തൻ സൽപ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവന് നിത്യജീവനും, അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അവന് കോപവും ക്രോധവും ലഭിക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും. നന്മ ചെയ്യുന്നവന്
പ്രതിഫലം ആദ്യം യഹൂദന് പിന്നെ യവനന്, തിന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും ആദ്യം യഹൂദന് പിന്നെ യവനന്. അങ്ങനെയാണ് പൗലോസ് ആർഗ്യ ചെയ്ത് വരുന്നത്. പിന്നെ പറയുകയാണ്, ഒരുത്തൻ ന്യായപ്രമാണം അനുസരിക്കുന്നതിനാണ് ഒരുത്തൻ നീതീകരിക്കപ്പെടുന്നത്, കേൾക്കുന്നതിനാലല്ല, അനുസരിക്കുന്നതിനാലാണ്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ പാപം ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാതെ വിധിക്കപ്പെടുന്നു. ന്യായപ്രമാണമുള്ള യഹൂദൻ പാപം ചെയ്യുമ്പോൾ ന്യായപ്രമാണം കൊണ്ട് അവനെ വിധിക്കുന്നു. എങ്ങനെ ആയാലും നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയുമാണ് ലഭിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ഒരു കാര്യം പൗലോസ് അവിടെ പറയുന്നുണ്ട്, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ പ്രമാണത്തിലുള്ളത് തന്നെത്താൻ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് മോഷ്ടിക്കരുതെന്നൊരു പ്രമാണമുണ്ട്, പ്രമാണമില്ലാത്ത ജാതികൾ മോഷ്ടിക്കാതിരിക്കുമ്പോൾ പ്രമാണത്തിലുള്ളത് അനുസരിക്കാൻ തക്കവണ്ണം അവർ തന്നെ അവർക്കൊരു പ്രമാണമായി മാറുന്നു എന്ന് പറഞ്ഞാൽ, എഴുതപ്പെട്ടൊരു പുസ്തകം ഇല്ലാതെ തന്നെ ഈ പ്രമാണത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കുന്ന ജാതികൾ ഉള്ളതുകൊണ്ട് അവരുടെ അനുസരണത്തിനും ദൈവം മുഖവശമില്ലാത്തവനായതുകൊണ്ട് മനസാക്ഷിയിൽ കണക്കിട്ട് അവരെ നീതീകരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്നൊരു ചോദ്യം ഇവിടെയാണ് ഉണ്ടാകുന്നത്. അതായത് പ്രമാണം ഉള്ളവനും ഇല്ലാത്തവനും ആണെന്നുള്ള അല്ല ദൈവം നോക്കുന്നത്, നന്മ പ്രവർത്തിക്കുന്നുണ്ടോ തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നതെന്ന് പറയുമ്പം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണോ പൗലോസും പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആരും നന്നാവില്ല. അതാണ് പ്രശ്നം. ആർക്കും നന്നാവാൻ പറ്റില്ല. ഇതാണ് പാപത്തിൻ്റെ ആ ഡിഫിക്കൽട്ട് തലമെന്ന് പറയുന്നത്. പൗലോസ് അവിടെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ചില ആൾക്കാർ ന്യായപ്രമാണം അനുസരിച്ച് സ്വർഗ്ഗത്തിൽ പോകും, വേറെ ചില ആൾക്കാർ സുവിശേഷം കേട്ടിട്ടില്ലാത്തൊരു മനസാക്ഷി അനുസരിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ പൗലോസ് അതല്ല പറയുന്നത്. ന്യായപ്രമാണം അനുസരിച്ച് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മനസാക്ഷി അനുസരിച്ചും ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. കാരണം ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ മനസാക്ഷിക്ക് തോന്നിയ 100 കാര്യങ്ങളിൽ ഒരെണ്ണം ചെയ്യാതെ പോയാൽ എല്ലാം ചെയ്യാത്തതുപോലെയാണ്. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്, ആകയാൽ നമുക്ക് എന്ത് വിശേഷതയുള്ളൂ? അശേഷമില്ല. യഹൂദനും യവനനും ഒരുപോലെ പാപത്തിന് അടിമകളാണെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അടുത്ത വാക്യം, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അത് സങ്കീർത്തനം തൊട്ട് തുടങ്ങി അന്വേഷണം ദൈവം. ആരെങ്കിലും ഉണ്ടോ? റോമാലേഖനം 3:10 പറയാണ്, ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി മാറി. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനുമില്ല. അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇവിടെയാണ് ഒരു പ്രതിസന്ധി ഉള്ളത്. നന്മ ചെയ്യുന്നവനില്ല, നമുക്കറിയാം, ദൈവിക നന്മ. നീതിമാൻ ഒരുത്തനുമില്ല, അത് പറഞ്ഞ് ആരും സമ്മതിക്കുകയില്ല. അത് ഗ്രഹിക്കുന്നവനുമില്ല. നീതിമാൻ ഇല്ലെന്ന്, ഞാൻ നീതിമാനല്ലെന്ന് എനിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാൻ നീതിമാനല്ലെന്ന് എനിക്ക് ഗ്രഹിക്കാൻ തോന്നണമെങ്കിൽ ദൈവത്തിൻ്റെ നീതി ഞാൻ കാണണം, സുവിശേഷം ഞാൻ കേൾക്കണം, യേശു എങ്ങനെ ആയിരുന്നു എന്ന് കാണണം. യഥാർത്ഥ നീതി എൻ്റെ മുമ്പിൽ വെളിപ്പെട്ടെങ്കിലേ ഞാൻ നീതിമാനല്ലെന്ന് എനിക്ക് ബോധ്യം വരുള്ളൂ. അപ്പോൾ സുവിശേഷത്തിൻ്റെ കേൾവിയാൽ മാത്രമേ ഒരാൾക്ക് പാപബോധം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പാപബോധങ്ങളെല്ലാം റിഗ്രറ്റുകളാണ്, ചുമ്മാ കുറ്റബോധങ്ങളാണ്. അടുത്ത വാക്യം പറയുന്നത്, ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല എന്നാണ്. അവിടെയാണ് വലിയൊരു ചലഞ്ച് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്തില്ലേ, അവർ കണ്ടെത്തുന്നുണ്ട് ചിലർ, കണ്ടെത്തുന്നില്ല ചിലർ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾ പോലുമില്ല. ദാറ്റ്സ് എ ബാഫ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അത് അത്ഭുതകരമായ ഞെട്ടിപ്പിക്കുന്നൊരു കണ്ടെത്തലാണ്. ഞാൻ കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, ദൈവത്തെ എങ്ങനെ അന്വേഷിക്കാൻ? ആരും അന്വേഷിക്കുന്നില്ല. നമ്മളെല്ലാം അന്വേഷിക്കുന്ന ആരെയെന്നറിയാമോ? നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിവുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിനെയാണ്. ദൈവത്തിൻ്റെ അതേ സ്വഭാവമുള്ള ഒരാളെ അന്വേഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഉദാഹരണത്തിന്, ഞാനിവിടുന്ന് നേരെ നടന്ന് അടുത്ത കവലയിൽ പോയി 1 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡിലൂടെ നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്, നേരെ. പക്ഷേ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഞാൻ ശരിക്കും നേരെ അല്ല പോയത്, വളഞ്ഞാണ് പോയത്. ആണോ അല്ലയോ? വളഞ്ഞാണ് പോയത്. കാരണം ഭൂമി ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് നേരെ നടക്കണമെങ്കിൽ ഇങ്ങനെ പോകണം. അങ്ങനെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഈ ഭൂമിയുടെ പ്രതലത്തിൽ കൂടി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉറുമ്പ് ഗ്ലോബിന് മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കർവായിട്ട് മാത്രം നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നേരെയാണെന്നാണെങ്കിലും അത് ശരിക്കും നേരെയല്ല, അതൊരു കേർവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവാന്വേഷണവും. ഇപ്പം നമ്മൾ നേരെ ആ ഗ്ലോബിലൂടെ നടന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂരിലേക്ക് പിന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു സർക്കിൾ കഴിഞ്ഞു. പക്ഷെ നമ്മൾ നേരെ വന്നത് വളഞ്ഞ.
അങ്ങനെയാണ് മനുഷ്യൻ്റെ ദൈവാന്വേഷണവും. അന്വേഷിച്ച് ഹിന്ദു മതം ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അന്വേഷിച്ച് നടന്ന് അവസാനം കണ്ടുപിടിച്ചു അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ തന്നെയാണ് ദൈവമെന്ന് അവർ തുറന്നങ്ങ് പറഞ്ഞു. നമ്മൾ തുറന്ന് പറയുന്നില്ല, നമ്മൾ അതേ സ്വഭാവമുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അത് ദൈവമാണെന്ന് പറയുന്നു. ഹിന്ദുക്കൾ അത് കണ്ടുപിടിച്ചിട്ട് ഞാനാണെന്ന് തന്നെ തുറന്നങ്ങ് പറഞ്ഞു. പക്ഷെ തുറന്നു പറഞ്ഞപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ദൈവം നീതിമാനും സ്നേഹവാനും കരുണ്യവാനും ഒക്കെയാണ്, അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ഗുണവും കൊടുക്കാൻ പറ്റില്ല. ഞാനാണ് ദൈവമെങ്കിൽ ഒരു ഗുണവും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു നിർഗുണ പരബ്രഹ്മമാണ് ദൈവം, ഒരു ഗുണമില്ല, അപ്പോൾ ഞാൻ തന്നെയാണ് നിർഗുണ പരബ്രഹ്മമാണ്. അവർക്ക് സമാധാനമായി. നമ്മളെന്താ ചെയ്യുന്നറിയോ? നമ്മൾ വളഞ്ഞു പോയി ഒരു ദൈവത്തെ പിടിച്ചു. ആ ദൈവം സ്വർഗസ്ഥനായ പിതാവാണ് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ അത് നമ്മൾ തന്നെയായിരുന്നു, നമ്മുടെ അതേ ആഗ്രഹങ്ങളുള്ളൊരു ദൈവം. ഉദാഹരണത്തിന് ഞാനൊരു സഹോദരനോട് വഴക്കുണ്ടാക്കിയിട്ട് വെളിയിലിറങ്ങുമ്പോൾ ആ സഹോദരൻ്റെ കല്ല് തട്ടിയെന്ന് വിചാരിച്ചു. ഞാൻ എന്തായിരിക്കും ഉടനെ പറയുന്നത്? എന്നോട് സംസാരിച്ചിട്ട് ആ ദേഷ്യപ്പെട്ട് പോയ പോക്ക അവൻ്റെ കാല് തട്ടിയത് കണ്ടോ, ദൈവം ഉണ്ട് ബ്രദറെ എന്ന് പറയാം. എന്താ അർത്ഥം? എനിക്ക് അവൻ്റെ കാലുകൊണ്ടൊന്ന് കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് എനിക്ക് പകരം പൊട്ടിക്കുന്ന ആളാണ് ആര്? ഇപ്പം ഞാൻ ആരെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്? എന്നെ തന്നെയാണ്. എൻ്റെ അതേ സ്വഭാവമുള്ള ഒരാളെയാണ്. എൻ്റെ പിള്ളേർ അമേരിക്കയിൽ പോയി പഠിക്കണം, ജോലി വാങ്ങിക്കണം, വലിയ സമ്പത്തുള്ളവരാകണം എന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അതാണ് അതിൻ്റെ രസം. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം ആഗ്രഹിക്കുന്നൊരു ദൈവം. എൻ്റെ ബന്ധുക്കളോട് ദൈവമേ നീ ചോദിക്കണേ, അത് ചോദിക്കാൻ റെഡി ആയിട്ടുള്ളൊരു ദൈവം. അപ്പം ഞാൻ തന്നെയാണ് ഞാൻ കണ്ടുപിടിക്കുന്ന ദൈവം. ദൈവത്തിന് എന്താ ഇഷ്ടമെന്ന് എനിക്കറിയാൻ മേലെ, അറിയേണ്ട താല്പര്യമില്ല. ശരിക്കും ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സുബോധത്തോടെ അവൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. കാരണം അതുപോലെ പാപബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം ഗോഡ് ഈസ് ഹിസ് ഹോളിനെസ് ഈസ് ഫാർ റിമൂവ്ഡ് ഫ്രം അസ്. അത് നമുക്ക് കാണുന്നില്ല. അപ്പം നമ്മളെല്ലാം അന്വേഷിച്ച് നമ്മുടെ സ്വഭാവമുള്ളൊരു ദൈവത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് ഓരോരുത്തരുടെയും മനസ്സെടുത്ത് നോക്കിയാൽ ഇന്ന് കൂണുകൾ പോലെ സഭകൾ മുളച്ചു പൊന്നുന്നുണ്ട്. അവിടുത്തെ ഉപദേശിയെ നിങ്ങൾ വിളിച്ച് നോക്കിക്കേ, ആ സഭയിലെ ദൈവത്തിന് ഉപദേശിയുടെ അതേ സ്വഭാവമായിരിക്കും. കാരണം ഉപദേശിക്ക് എന്താണോ ഇഷ്ടം അതാണ് അവിടുത്തെ ദൈവത്തിനും ഇഷ്ടം. ഉപദേശിക്ക് വെള്ളവസ്ത്രം ഇഷ്ടമെങ്കിൽ ദൈവത്തിനും വെള്ളവസ്ത്രം ഇഷ്ടം. ഉപദേശിക്ക് ക്ലീൻ ഷേവ് ചെയ്യണമെങ്കിൽ ദൈവത്തിനും അതാ ഇഷ്ടം. അത് അങ്ങനെ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദൈവങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇതൊന്നും ദൈവത്തിൻ്റെ നീതിയിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ആപേക്ഷികമായ നീതികൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതൊന്നും വേണ്ടാന്നല്ല, പക്ഷെ ഇതൊക്കെ ആപേക്ഷികമായ നീതികൾ മാത്രമാണ്. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ദൈവം ആരാണ്? നമ്മൾ തന്നെയാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇപ്പം ഞാൻ സാധാരണ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പിള്ളേരെല്ലാം അമേരിക്കയിൽ പോയി പഠിക്കണം എന്ന് എൻ്റെ ആഗ്രഹമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെയാണ്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും വിസ ശരിയാവുന്നില്ല. എൻ്റെ കാര്യം ദൈവമല്ല, ദൈവത്തിന് എങ്ങനെയെങ്കിലും എന്നെ അമേരിക്ക കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പിശാച് സമ്മതിക്കുന്നില്ല. അതാണ് പ്രശ്നം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദൈവത്തിന് പിശാചിനെ നേരിടാൻ ശക്തിയൊന്നുമില്ല, അത് നമ്മൾ തന്നെയാണ്. സത്യമാണ്. പിന്നെ ഈ ദൈവത്തിന് ശക്തി കൊടുക്കാൻ വേണ്ടിയാണ് ഉപവാസം എടുത്തും പ്രാർത്ഥിച്ചും മതപരമായ ചടങ്ങുകളൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഈ ഞാൻ ഉണ്ടാക്കിയ സങ്കല്പത്തെ ഒന്ന് ശക്തീകരിച്ച് എൻ്റെ കാര്യം സാധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ മതം മുഴുവൻ, ഏത് മതമായാലും. ഇത് സത്യമാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര പോരാട്ടമാണ് ഇവിടെ, കൂടോത്രം അതാ ഇതാ. ഞാൻ പറഞ്ഞു എന്ത് കൂടോത്രം? പ്രാർത്ഥിച്ചില്ലേ? ഉപവാസത്താലും പ്രാർത്ഥനയിലും നീങ്ങിപ്പോകാത്ത എന്താ ഉള്ളത്? അപ്പോൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറെ ഒന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് നിർത്തിയിട്ട് നിങ്ങൾ അവരോട് പൊക്കോ, കാരണം നോക്കിയിട്ട് ശക്തി അതിനാണെന്നാണല്ലോ തോന്നുന്നത്. സംഗതി സത്യമാണ്. കാരണം നമ്മൾ ദൈവമാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതിനൊന്നും ശരിക്കും ശക്തിയില്ല. അതിനേക്കാൾ ശക്തി പിശാചിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ഭയത്തിലാണ് പല പെന്തക്കോസ്തുകാരും ഇന്ന് ജീവിക്കുന്നത്. യഥാർത്ഥ ദൈവത്തെ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങൾ ആ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനൊരു അവസരവും കൂടിയാണിത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ദൈവം ഉണ്ട് എന്ന് പറയുമ്പം ആരാണ് അവനെ വെളിപ്പെടുത്തിയത്? ക്രിസ്തുവാണ്. ഞാൻ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, കണ്ടത് ക്രിസ്തുവിനെയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്ക് പറയാം ദൈവം എത്തി. കാരണം സ്നേഹമാണ്, കരുണയാണ്, എല്ലാമാണ്. ഞാനാണെങ്കിലോ ഇതൊന്നുമല്ല, അല്ലേ? നിങ്ങൾ തിരിഞ്ഞ് ഒന്നുമില്ല, ഗുണങ്ങളില്ലെന്ന് പറയണ്ട. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യൻ, അവനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാം യു ആർ ദാറ്റ്, തൗ ആർ ദാറ്റ് പറയാം. കാരണം അവനിൽ ഇതെല്ലാം തികഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയിൽ അത് ക്രിസ്തുവാണ്. ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം ആരാണ്? പിതാവ് ആരാണ്? അവൻ്റെ സ്വഭാവം എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ദൈവത്തെ കണ്ടെത്തുന്നവർ ഒരു തകർച്ചയോടെ, ഒരു നിലവിളിയോടെ, പാപബോധത്തോടെ, മാനസാന്തരത്തോടെ അല്ലാതെ അവൻ്റെ സന്നിധിയിലെത്താൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം അവൻ്റെ ഡിമാൻഡ്സ് അത്ര വലിയ ഡിമാൻഡ്സാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ രണ്ട് ദൈവങ്ങൾ തമ്മിലുള്ള, അതായത് ലോകത്തിൻ്റെ ദൈവം
യഥാർത്ഥ ദൈവം തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് പത്രോസിൻ്റെ മീൻപിടുത്തത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വലിയൊരു പാഠം പഠിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഇതുള്ളത്. അത് ഇപ്പോൾ വായിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം. യേശുക്രിസ്തു ഒരു ദിവസം പടകിൽ ശീമോൻ്റെ പടകിൽ ഇരുന്നുകൊണ്ട് ജനത്തെ ഉപദേശിച്ചു. അതിനുശേഷം ശീമോനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് മീൻപിടുത്തം? ശീമോൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീ വല വീശ് എന്ന് പറഞ്ഞു. വല വീശി ഇഷ്ടംപോലെ മീനുണ്ടായി. അടുത്ത പടകുകാരെ വിളിച്ചു. വല കീറുന്നവരെ മീൻ വന്ന് നിറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗം 1.5 മണിക്കൂർ പറയാനുള്ള കാര്യമാണ് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തത്. ഇതാണ് മെസ്സേജ് തീർന്നു. എന്താണ് മെസ്സേജ് എന്നറിയാമോ? കർത്താവ് നിൻ്റെ പടകിലുണ്ടെങ്കിൽ മീൻപിടുത്തത്തിൻ്റെ കാര്യം ഓക്കെ, നീ ഇനി രാത്രി പണിക്ക് പോകണ്ട, സുശേഷ വേല ചെയ്തോ, രാവിലെ ഒരു നേരം കർത്താവ് നിൻ്റെ കൂടെ വന്നാൽ നിൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. അതുകൊണ്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. എൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, എൻ്റെ ഈ വിശാലമായ ലോകത്തിൻ്റെ വഴിയിൽ എൻ്റെ കൂടെ നടന്ന് എന്നെ ധനവാനാക്കുന്ന കർത്താവ്. ഇത് കർത്താവാണോ നമ്മളവിടെ കാണുന്നത്? അല്ല. ഞാൻ മറ്റുള്ള പടകുകാരോട് പറഞ്ഞേനെ, എടാ കർത്താവ് പടകിൽ വരണോടാ, എന്നാലേ ബിസിനസ് ശരിയാവുള്ളൂ. ഇതല്ല ഇന്നത്തെ മെസ്സേജ്. കർത്താവ് പടകിലുണ്ടെങ്കിൽ എനിക്ക് മീൻ കിട്ടും. പക്ഷെ പ്രശ്നം, പത്രോസ് പറയാണ്, കർത്താവേ നീ എന്നെ വിട്ടു പോ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്ക് മീനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവൻ അവൻ്റെ കാൽക്കൽ വീണു. വേറൊരു ഭാഗത്ത് പറയുന്നത് അവൻ എടുത്ത് കടലിലേക്ക് ചാടി. ഇത് കാണിക്കുന്നത് അന്നേരം വരെ അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് മീനില്ല എന്നുള്ളതായിരുന്നു, മീൻ കിട്ടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തെ എപ്പോൾ കണ്ടോ ആ സമയത്ത് അവൻ്റെ ആവശ്യം, ഞാനൊരു പാപിയാണ്, ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും എന്നുള്ളതാണ്. യഥാർത്ഥ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പാപബോധമില്ലാതെ നമുക്കവനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം അവൻ നീതിമാനായ ദൈവമാണ്, നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് നോക്കുന്ന ദൈവമാണ്. അവിടെ യേശുക്രിസ്തു അവനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് അവനോട് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പാപികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, നിന്നെപ്പോലുള്ളവരെ അന്വേഷിച്ച്. നാളെ ഞാൻ നീതിമാനായ രാജാവായി വരുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ നീ എൻ്റെ അടുത്ത് വരണം. അപ്പോൾ ശരിക്കും നമ്മൾ ബൈബിളിൽ നോക്കിയാൽ യഥാർത്ഥ ദൈവത്തെ, യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ദൈവത്തെ ആരെല്ലാം കണ്ടിട്ടുണ്ടോ അവരെല്ലാം വലിയൊരു ബ്രോക്കൺ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അന്നേ വരെയുള്ള ജീവിതത്തെക്കുറിച്ച് ഭയങ്കര സങ്കടവും നിരാശയും തോന്നിയിട്ടുണ്ട്. യേശുവേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വേദന തോന്നിയിട്ടുണ്ട്. അതല്ല, ലോകത്തോടുള്ള മോഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൈവത്തിലല്ല എത്തിയിരിക്കുന്നത്, നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് ഇമേജിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു വീരനായ ഒരു സൂപ്പർമാനെയാണ് നിങ്ങൾ അന്വേഷിച്ചത്. അത് നിങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അതിനെ ഓഗ്മെൻ്റ് ചെയ്യുന്ന പ്രവചനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ശുശ്രൂഷകളിൽ മിക്കവാറും സ്ഥലത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു കൺസെപ്റ്റിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ശുശ്രൂഷകളുമാണ്. അതുകൊണ്ട് ഒരു വലിയ തലമുറ ഇന്ന് ദൈവത്തിൽ നിന്നകന്ന് അന്യദൈവാരാധനകളിലേക്ക് അവരറിയാതെ തന്നെ തിരിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കാണുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇമ്പാക്റ്റ് is that they will repent, they will be broken. അത് ഇയ്യോബിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോൾ അറിയാം. ജോബ് വാസ് റൈച്ചസ്. അവൻ ഒരു തെറ്റും കാണാൻ, പിശാചിന് പോലും അവനൊരു തെറ്റ് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്, അവൻ അടിച്ച് തകർക്കപ്പെട്ട് അവൻ്റെ ജീവിതം മുഴുവൻ ഒരു കോലമായി, രോഗമായി, എല്ലാവരും ഉപേക്ഷിച്ചു, മക്കളും മരിച്ചുപോയി, സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാൻ മാത്രം ഇയ്യോബിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പിശാചിന് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇയ്യോബ് അവസാനം പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തിനാ അനുതപിക്കുന്നേ? ഒരു പാപവും ഓർമ്മ വരുന്നില്ല, ആരും ഒരു പാപവും ബോധ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, ദൈവത്തെ കണ്ടു. പാപം ഒന്നും ഓർമ്മ വരണ്ട, ദൈവത്തെ ഒരാൾ കണ്ടിട്ടുണ്ടോ അവൻ തകർന്നു. ഈ അടുത്തിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം പലരും പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടുമായിരിക്കും. ഞാൻ പറഞ്ഞ ആരും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞെന്താണെന്നറിയോ? അവന്മാർ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ജനം മാനസാന്തരപ്പെടാത്തതുകൊണ്ടാ ബ്രദറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജനം ആരാന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. അത് ഞാനാന്നും ഞങ്ങളാന്നും പറയാതെ ആരെങ്കിലും മാനസാന്തരപ്പെടുമോ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുത്തനും കഷ്ടകാലം കൊണ്ട് രക്ഷപ്പെടാൻ നിലവിളിച്ചതല്ലാതെ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇയ്യോബ് പോലും മാനസാന്തരപ്പെട്ടില്ല. അത്രയും കഷ്ടം വന്നിട്ട് മാനസാന്തരപ്പെട്ടില്ല. അവന് മനസ്സിലായില്ല അവൻ്റെ പാപം എന്താന്ന്. അതിന് ദൈവം തന്നെ നേരിട്ട് വരേണ്ടി വന്നു.
ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാതെ ഒരു മനുഷ്യനും മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ കേൾവി, ഹൃദയം തുറന്ന് ആ നീതി എന്താണ് യഥാർത്ഥത്തിൽ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് എൻ്റെ മുമ്പിൽ വെളിപ്പെടാതെ, അവൻ്റെ ശക്തിയുടെ മുൻപിൽ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എനിക്ക് മാനസാന്തരപ്പെടാനോ യേശുവിനെ കൈക്കൊള്ളാനോ സാധിക്കില്ല. മനുഷ്യൻ്റെ രണ്ടാമത്തെ തലത്തിൽ അവൻ പാപത്തെ സെൻസ് ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. ഈ പാപത്തെ ജയിക്കാനുള്ള വഴി എന്താണ്? വിശ്വാസികളുടെ കാര്യം പറയുന്നത്. വിശ്വാസിയായ ഒരാൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അവൻ്റെ മനസ്സിലുള്ള പാപത്തെ തോൽപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ മനസ്സിലുള്ള പാപത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി, 1-ാമത്തെ അധ്യായം റോമാലേഖനം നമ്മൾ കണ്ട പോലെ, ദൈവത്തെ മഹത്വം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പാപങ്ങളെല്ലാം ഉണ്ടാകുന്നതെങ്കിൽ ഈ പാപത്തെ ജയിക്കാൻ ഏറ്റവും നല്ല ഒരു വഴി ദൈവത്തിന് എല്ലാത്തിനും മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ആരാധിക്കുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. വെയിൽ കൂടുതലാണോ? കർത്താവേ സ്തോത്രം, നീ രാജാവായതിനാൽ എന്നെ വെയിൽ കൊള്ളിക്കാൻ നീ തീരുമാനിച്ചതിനായിട്ട് സ്തോത്രം. മഴ ഭയങ്കരമായി പോയോ? കർത്താവെ, നീ ഇതിലൂടെ എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, നന്ദിയോടെ സ്തോത്രം. ശത്രുക്കൾ കൂടി വന്നോ? എല്ലാത്തിനും സ്തോത്രം. ദാരിദ്ര്യമായോ? സ്തോത്രം. കാരണം അവനറിയാതെ ഒരു തലമുടിനാര് പോലും കൊഴിയുന്നില്ല. അവൻ രാജാവാണ്. രാജാവിന് യോജിച്ച മഹത്വം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അസൂയയില്ല, കുശുമ്പില്ല, വിഷമമില്ല, വെപ്രാളമില്ല. കാരണം എപ്പോഴെല്ലാം നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുമോ അപ്പോഴെല്ലാം നമ്മൾ ജയിക്കുകയാണ്. പാപത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ആകുല ചിന്തകളിൽ നിന്ന്. അതൊരു വലിയ വഴിയാണ്. പക്ഷേ ഈ റോമാലേഖനത്തിലെ ഏറ്റവും വലിയൊരു മിസ്റ്ററി, മറഞ്ഞിരിക്കുന്ന കാര്യമല്ല, നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്ര അങ്ങോട്ട് മനസ്സിലാകാതിരിക്കുന്ന ഒരു കാര്യം, മനസ്സ് നന്നായാലും ഗുണമില്ല എന്നുള്ളതാണ്. പ്രവൃത്തി നന്നായി, മനസ്സ് നന്നായി, പഴയ നിയമം വരെ അത് മതിയായിരുന്നു. മനസ്സും കൂടെ നന്നാവണം, എൻ്റെ അന്തരംഗത്തെ ശുദ്ധീകരിക്കണം എന്നൊക്കെ പഴയ നിയമത്തിലുണ്ട്. മോഹം എന്ന കാര്യം 10-ാമത്തെ കൽപ്പനയിൽ മോഹമാണ്, അത് ഉള്ളിൽ വരുന്ന കാര്യമാണ്. അതും പഴയ നിയമത്തിലുണ്ട്. ആന്തരികമായി ഒന്നും പഴയ നിയമത്തിൽ ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും ആന്തരികമായ കൽപ്പനകളുണ്ട്. മോഹിക്കരുതെന്നുള്ളൊരു കൽപ്പന ആന്തരികമായ കൽപ്പനയാണ്, ബാഹ്യമായതല്ല. പക്ഷെ ഇതെല്ലാം അനുസരിച്ചാലും പാപമില്ലാതെ വരുന്നില്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ പാപത്തിൻ്റെ 3-ാമത്തെ തലം എന്ന് പറയുന്നത് റോമാലേഖനം 7-ാം അധ്യായം 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്: നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അത് സാധിക്കുന്നില്ല, തിന്മ എന്നിലുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും അതിനോട് പോരാടുന്ന ഒരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുള്ളത് ഞാൻ കാണുന്നു. അത് എൻ്റെ പാപ സ്വഭാവത്തിന് ആ തത്വത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം മനസ്സല്ല. കാരണം ഉള്ളം കൊണ്ട് പൗലോസ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പോൾ ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഒരാൾക്ക് രസിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല മനസ്സാണ്. ഇന്ന് മനുഷ്യർ രസിക്കുന്ന എന്തിനകത്തൊക്കെയാണ്? സീരിയല്, സിനിമ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കഥകൾ, രാഷ്ട്രീയം, അല്ലേ? പിന്നെ കാഴ്ചകൾ, ടൂറ് പോയി അവിടെയുള്ള കാഴ്ചകൾ, ഇതെല്ലാം രസമാണ്. നമുക്കിഷ്ടമില്ലാത്തവരുടെ കുറ്റം കേൾക്കാൻ രസമാണ്. അപ്പോൾ ഇതെല്ലാം രസമാണ്. രസിക്കുന്നത് എന്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ വിക്ടറി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നൊരു കാര്യം. പാപത്തിൽ രസിക്കുന്നവൻ പാപത്തിനടിമയാണ്, നീതിയിൽ രസിക്കുന്നവൻ നീതിക്ക് അടിമയാണ്. നമ്മൾ എന്തിലാണോ രസിക്കുന്നത് അതിൻ്റെ അടിമയാണ് നമ്മൾ. പാപത്തിൽ നമ്മൾ ആണ്ടു പോകാനുള്ളൊരു കാരണം ഈ രസമാണ്. പാപത്തിനകത്തെ രസം, ഊറി വരുന്ന രസം. എന്തു പാപത്തിൻ്റെ പുറകിലൊരു രസമുണ്ട്. വേദനയില്ല, പാപത്തിൽ വേദനയല്ല ഉള്ളത്, രസമാണുള്ളത്. വേദന പിന്നീടാണ് വരുന്നത്. ഉദാഹരണത്തിന്, ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഹമാകെ ഇച്ചിങ് ഉണ്ടാകുന്ന ഒരു അലർജിക് ഡിസീസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ ആരുടെയെങ്കിലും കുറ്റം കേൾക്കാൻ നിൽക്കുമോ? ആരെങ്കിലും ആരുടെ കുറ്റം പറയുമ്പോൾ എൻ്റെ ബ്രദറെ ഉപദ്രവിക്കരുത്, എനിക്കൊരു വലിയ അലർജി ഉണ്ട്, കുറ്റം കേട്ട ഉടനെ ദേഹം ചൊറിഞ്ഞു പിടിക്കും, ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കുറ്റം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്. ഈ രസമാണ് എന്നെ പാപത്തിൻ്റെ അടിമയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പാപത്തിൻ്റെ രസം എന്നിൽ കിടക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ പൗലോസ് പറയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ, പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം ഞാൻ രസിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലാണ്. അതെന്തൊരു വിക്ടറിയാണ്! ബൈബിൾ വായിക്കുമ്പോഴാണ് എനിക്ക് രസം, വചനം വായിക്കുമ്പോഴാണ് എനിക്ക് രസം, കർത്താവിൻ്റെ കൽപ്പനകൾ ധ്യാനിക്കുന്നതാണ് എൻ്റെ രസം എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. പക്ഷേ പ്രശ്നം,
പ്രവൃത്തികൾ നന്നായി, മനസ്സ് നന്നായി, പക്ഷെ ആൾ നന്നായിട്ടില്ല. അതാണ് അവിടെ. പിന്നെ എന്താ ബാക്കി നന്നാവാനുള്ളത്? അവിടെ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ നാശകരമായ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതാണ് ചോദ്യം. അപ്പം വിടുവിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നല്ല, പ്രവൃത്തികളിൽ നിന്നല്ല, നാശകരമായ ഒരു ശരീരത്തിൽ നിന്നാണ് നമ്മൾ വിടുവിക്കപ്പെടേണ്ടത്. അപ്പോൾ പ്രശ്നം മൂന്നാമത്തെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രവൃത്തികൾ നന്നായി മനസ്സുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്താലും ദൈവത്തിൻ്റെ കൽപ്പനകളിലെല്ലാം രസിച്ചാലും അനുസരിച്ചാലും പാപികൾ തന്നെയാണ്. കാരണം അന്നേരമാണ് ശരീരത്തിൻ്റെ തലത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. എന്താണ് ശരീരത്തിൻ്റെ തലത്തിലുള്ള പാപം? ശരീരത്തിൻ്റെ തലത്തിലുള്ള പാപം എന്ന് പറയുന്നത്, നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവത്തിൻ്റെ ഏത് കൽപ്പന അനുസരിക്കണമെങ്കിലും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. കാരണം പഴയ നിയമത്തിൽ 2 കൽപ്പനകളേ ഉള്ളൂ. നമുക്ക് തോന്നും 200, 250, 500 കൽപ്പന ഉണ്ടെന്ന് തോന്നും ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, ഇതിലെല്ലാം കൂടെ 2ആയിട്ട് ചുരുക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണകൃത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൊണ്ട് സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവൻ ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. സ്നേഹമാണ് പ്രശ്നം. എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, സ്നേഹമാണ് പ്രശ്നം. എങ്ങനെയാണ് ഞാൻ എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത്? എൻ്റെ വീട്ടിൽ 2 ചക്കപ്പഴം ഉണ്ടെങ്കിൽ എങ്ങനെ അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നത്? ഒരു ചക്കപ്പഴം അവന് കൊണ്ടേ കൊടുക്കുന്നു. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഇതിനകത്ത് നല്ല ചക്കപ്പഴം കൊടുക്കുമോ അതോ വാടിയത് കൊടുക്കുമോ? നമ്മുടെ വീട്ടിൽ പിള്ളേർ തിന്നാനുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും വാടിയതേ കൊടുക്കുള്ളൂ. അവിടെ പറയും അത്ര നല്ലതല്ല, ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുള്ളൂ. അത് അപ്പോൾ എന്താ കൊടുത്തിട്ടുണ്ട് പ്രവൃത്തി, അല്ലേ? അയൽക്കാരനെ കൊടുത്തോ ഇല്ലയോ എന്നല്ല ദൈവം ചോദിക്കുന്നേ. ഒറ്റ ചോദ്യമുള്ളൂ, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിച്ചോ? അതാണ് ചോദ്യം. ഭിക്ഷക്കാരൻ വീട്ടിൽ വന്ന് 100 രൂപ കൊടുത്തു. നേരത്തെ 1 രൂപ കൊടുത്തുകൊണ്ടിരുന്നവനാ, ഭയങ്കര മാനസാന്തരം. പക്ഷേ ചോദ്യം ഭിക്ഷക്കാരന് 100 രൂപ കൊടുത്തോന്നല്ല, നീ അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചോ എന്നുള്ളതാണ്. എവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ സ്നേഹം ഉൽപ്പാദിപ്പിക്കാൻ എൻ്റെ ശരീരത്തിന് കഴിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധി, നമ്മൾ എത്ര വിചാരിച്ചാലും ആഗ്രഹിച്ചാലും ഉള്ള എത്ര നന്നായാലും നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അഗപ്പെ എന്ന സ്നേഹം ഉള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നില്ല. നാശകരമായ ശരീരം, ഇതാണ് പ്രശ്നം. ഇതൊരു ഭയങ്കര തിരിച്ചറിവാണ്. തകർത്ത് തരിപ്പണമായി കളയുന്നത്. നമ്മൾ ദൈവത്തോട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ദൈവമേ, ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, ഇനി ചെയ്യാമെന്നല്ല, ഞാൻ എത്ര വിചാരിച്ചാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരം വീണ്ടെടുക്കപ്പെടുന്നതിന് കാഹളനാദത്തിങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് വരെ ഈ ശരീരം എങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം ഞാൻ ഈ ലോകത്ത് എന്ത് ചെയ്താലും ഈ ശരീരത്തിൻ്റെ പോരായ്മ അതിനുണ്ടായിരിക്കും. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പണിയും ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ല എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഐ ആം എ സീറോ, കർത്താവേ ഞാൻ എത്ര വിചാരിച്ചാലും ഞാൻ സീറോ അല്ലാതെ ഒന്നും ആകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നിടത്താണ് പുതിയ നിയമ മാനസാന്തരം ആരംഭിക്കുന്നത്. മനസാക്ഷിയുടെ തലത്തിലുള്ള മാനസാന്തരം, പ്രവൃത്തിയുടെ തലത്തിലുള്ള മാനസാന്തരം എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ ശരീരത്തിൻ്റെ തലത്തിലുള്ള മാനസാന്തരം എന്ന് പറയുന്നത് യേശുവിൻ്റെ നീതിയുടെ മുൻപിൽ മാത്രം വരുന്നതാണ്. അത് ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒരു മാനസാന്തരമാണ്. ഇത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് സ്വയനീതിക്കാരായ പരീശന്മാർ ഉണ്ടാകുന്നത്. ഒരു വലിയ കൂട്ടം വിശ്വാസികൾ വിചാരിക്കുന്ന ഞങ്ങളൊരു 50 മാർക്ക് 100-ൽ മേടിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അതിനേക്കാൾ വലിയൊരു കൂട്ടം വിശ്വസിക്കുന്നത് ഞങ്ങളൊരു 30-32 മാർക്കിൽ നിൽക്കുകയാണ്, 35 കിട്ടിയാൽ ജയിക്കാം. ഒരു 2-3 കാര്യങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നില്ല, ഇപ്പോൾ അതൊന്ന് ചെയ്യണം നാളെ തൊട്ട്, അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടും. പിന്നെ പിള്ളേരുടെ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്, അതൊന്ന് നിർത്തണം. ഭാര്യയ്ക്ക് ഇടയ്ക്ക് ഓരോ പൊട്ടി കൊടുക്കുന്നുണ്ട്, അത് നിർത്തണം. ദൈവമേ, വഴക്കുണ്ടാക്കുന്നുണ്ട്, നിർത്തണം. ദേഷ്യം, ഇതെല്ലാം നിർത്തണം. അപ്പോൾ ദൈവത്തിന് ഓക്കെ ആയിരിക്കും. പിന്നെ വല്ലവരെ കുറച്ചുകൂടെ സഹായിക്കണം, ചർച്ചിലെ മീറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടെ പോകണം, ഉത്സാഹം കാണിക്കണം. ഇത്രയും കാണിച്ചാൽ ദൈവത്തിന് ഇഷ്ടമായിരിക്കും നമ്മൾക്കൊരു ചിന്ത. 32 മാർക്ക്, 3 മാർക്ക് കൂടെ കിട്ടിയേ ജയിക്കാം. ഈ ഉപദേശങ്ങൾ മുഴുവൻ അതിനാ, ഈ 3 എങ്ങനെ മേടിക്കാം. പക്ഷെ എന്താണെന്നറിയാൻ മേല, എത്ര ചെയ്താലും 32 നിൽക്കുകയുള്ളൂ. ഒരിടത്ത് ശരിയാക്കുമ്പോൾ വേറൊരിടത്ത് പൊട്ടും. ഇപ്പോൾ ഉപദേശം മുഴുവൻ, പ്രവചനം മുഴുവൻ ഇതാ, നീ വിടേണ്ടതിനെ വിട്ട് ചേരരുത് ചേർന്ന നിൻ്റെ കാര്യമൊക്കെയാണ്. പക്ഷെ ഇവനറിയാത്തൊരു കാര്യമുണ്ട്, ഈ 32 അല്ല ഇവൻ്റെ കേസ് 0 ഒന്നല്ല, 200 പണി ചെയ്തെങ്കിൽ 200 0 മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയോ വിചാരിക്കുന്നു ഞാൻ കുറച്ചൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ നല്ല ആളാണെന്ന് എങ്ങനെയോ വിചാരിക്കുന്നു. അവിടെ ഒരു തകർച്ച ഉണ്ടാകണമെങ്കിൽ
നമ്മൾ ശരീരത്തിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്തിടെ ചിന്തിച്ചൊരു കഥയാണ്. ഒരു സ്കൂളിൽ ഭയങ്കര ഉഴപ്പനായൊരു പയ്യനുണ്ട്. ഒരക്ഷരം പഠിക്കില്ല, ഭയങ്കര ഉഴപ്പനാണ്, പഠിക്കത്തേയില്ല. എക്സാമിനേഷൻ്റെ സമയമായപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം, ഒരേ ഒരു ആഗ്രഹം അവന് ബാക്കിയുള്ളൂ. എന്താണെന്നറിയോ? പഠിക്കാത്ത കുട്ടിയുടെ ഒരേ ഒരു ആഗ്രഹം ഇതാണ്. പഠിക്കാത്ത കുട്ടിയുടെ ഒരേ ആഗ്രഹം നല്ലപോലെ പഠിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് സീറ്റ് കിട്ടണം. അതാണ് അവൻ്റെ ആഗ്രഹം. എന്തെങ്കിലും ഒളിഞ്ഞു നോക്കി എഴുതാമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഇവൻ ഇതുമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ പറ്റില്ല, ബൈ കോയിൻസിഡൻസ് ഇവൻ പോയിരുന്നത് ഏറ്റവും പഠിക്കുന്ന പയ്യൻ്റെ അടുത്താണ്. അപ്പോൾ ഇവനൊന്ന് ചിന്തിക്കുകയാണ്, ഒരു ആൻസർ കിട്ടിയായിരുന്നെങ്കിൽ, ഇവൻ്റെ ഒരു വലിയ ആൻസർ കിട്ടുവാണെങ്കിൽ ഒരു 10 മാർക്ക് എനിക്ക് വാങ്ങിക്കാം, അത് മതി ടീച്ചർമാരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ. എല്ലാ പ്രാവശ്യവും 2, 3 കിട്ടുന്നതിന് 10 കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇവൻ നോക്കിയപ്പം ഈ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആൻസർ 1 പേജായി, 2 പേജായി, 3 പേജ് ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചു 3 പേജ് ഉണ്ടല്ലോ, 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. ഇവന് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നൊന്നും അറിയാൻ മേല. ഇവനത് അതുപോലെ എഴുതി വെച്ചു, 3 പേജ് ഫുൾ. അപ്പോൾ ഇവൻ്റെ പ്രതീക്ഷ ഒരു 10 മാർക്കാണ്. ടീച്ചർ വന്ന് പേപ്പർ നോക്കിയപ്പോൾ 1.5 മാർക്ക്. അപ്പോൾ ഇവൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ 3 പേജ് എഴുതിയിട്ട് 1.5 മാർക്കോ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ മണ്ട, അത് 1.5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ പഠിപ്പിച്ചിട്ട് ഇത് 3 പേജ് എഴുതിയതിന് ടീച്ചർ ഉത്തരവാദിയല്ല. 1.5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 10 മാർക്കിൻ്റെ ആണെന്ന് വിചാരിച്ച് എഴുതിയത്. ടീച്ചർ പറഞ്ഞു, നീ അവൻ്റെ പേപ്പർ നോക്കി എഴുതാമെന്ന് എനിക്കറിയാം, അവൻ്റെ പേപ്പർ ഇങ്ങനെ എഴുതുള്ളൂ. അവനിത് ഞാൻ ആ പേപ്പർ 3 പേജ് നോക്കിയപ്പം ഈ 1.5 മാർക്ക് കൊടുക്കാനുള്ള 2 പോയിൻ്റ് അതിനകത്തുണ്ടായിരുന്നു. അതിന് അണ്ടർലൈൻ ചെയ്തു, 1.5 മാർക്കും കൊടുത്തു. നിനക്കും അതുണ്ടായിരുന്നു, നീ കോപ്പി അടിച്ചാന്ന് എനിക്കറിയാമെങ്കിലും നീ 1.5 മാർക്ക് മേടിച്ചോട്ടെന്ന് വിചാരിച്ച് അത് നിനക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വിചാരിക്കുക നമുക്കിതെല്ലാം കിട്ടി, പക്ഷെ സത്യം പറഞ്ഞാൽ അതിനൊന്നും മാർക്കില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ. കാരണം ദൈവം ഒരൊറ്റ കാര്യം നോക്കുന്നുള്ളൂ. 200 കൽപ്പനകൾ അനുസരിച്ചു, പക്ഷെ ദൈവം ഒരൊറ്റ കാര്യം നോക്കുന്നുള്ളൂ. അഗപ്പെ ഉണ്ടായിരുന്നോ? ഇല്ല, 0. അഗപ്പെ ഉണ്ടായിരുന്നോ? ഇല്ല, 0. തൃശ്ശൂർ പോയി പ്രസംഗിച്ചിട്ട് വന്നു 3 സ്ഥലത്ത് ഒരു ദിവസം. അഗപ്പെ ഉണ്ടായിരുന്നോ? ഇല്ല, 0. ഇത് 0യുടെ ബഹളമാണ്. കുഞ്ഞുങ്ങളെ വളർത്തി, സ്വന്തം കുഞ്ഞിൻ്റെ അതേ ലെവലിൽ സ്നേഹിച്ചോ? ഇല്ല, 0. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് പോലും 0യാ. കാരണം യേശു എന്നെ സ്നേഹിച്ചോടെ സ്നേഹിക്കണം. അതാ പുതിയ നിയമത്തിൻ്റെ കൽപ്പന. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്, എന്നിൽ വസിക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയും. താവട്ട് വരുമ്പോൾ പറയുന്നതനുസരിച്ച് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിൽ വസിക്കുന്നവൻ്റെ കൽപ്പന അനുസരിക്കും. അടുത്ത വാക്യം ഇതാണ്. എന്താ കൽപ്പന എന്നാ? പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതാകുന്നു എൻ്റെ കൽപ്പന. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആർക്കും ഞാൻ കൂടാതെ അതനുസരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പ്രസംഗിക്കാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ ഞാൻ യേശു എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല, 0. അപ്പോൾ ഈ പ്രസംഗം കൊണ്ട് എനിക്ക് എത്ര മാർക്കാണ് സ്വർഗത്തിൽ കിട്ടുന്നത്? 0. ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പം നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും 0യിലായി. ഇവിടെ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. വേറൊരു എക്സാമ്പിൾ പറയാം, ഇതെങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള വാക്യം നമുക്ക് നോക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ തലത്തിൽ നമ്മൾ പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ സംഭവിക്കുന്നത്, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് പൗലോസ്, ന്യായപ്രമാണം വന്നപ്പോഴാണ് ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ കാര്യം പ്രമാണം മോശമായതുകൊണ്ടല്ല, പ്രമാണം നല്ലത് തന്നെ. പക്ഷേ ഈ പ്രമാണം അനുസരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ഒരു കൽപ്പനയും അനുസരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു സഹോദരിയോട് പറയാണ്, 10 ദിവസത്തിനുള്ളിൽ 100 കറികളുണ്ടാക്കി, ഒരു എക്സാമിനേഷൻ, കുക്കിംഗ് എക്സാമിനേഷനാണ്. ഇവിടെ 100 കറികളുണ്ടാക്കി. ആദ്യത്തെ കറി ടേസ്റ്റ് ചെയ്തു, ഇൻഗ്രീഡിയൻസ് കൊള്ളാം, പ്രിപ്പറേഷൻ മെത്തഡോളജി എല്ലാം കൊള്ളാം, ടിക്ക് ടിക്ക് ടിക്ക്, അവസാനം മാർക്ക് 0. കാരണം എന്താണെന്നറിയാമോ? ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല. ഒരു കറിയിലല്ല, 100 കറിയിലും ഉപ്പില്ല. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ ഇത് നോക്കാൻ വിട്ടവൻ ആകെ പറഞ്ഞേക്കുന്നത് ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തേരെ, ഇല്ലെങ്കിൽ 0. അപ്പോൾ ഈ സ്ത്രീ പറയാം കരഞ്ഞോണ്ട്, എൻ്റെ സാറേ, ഉപ്പെന്ന് പറയുന്നൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ കിട്ടാനില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതേ അവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ. എല്ലാത്തിലും കർത്താവ് ഒരൊറ്റ പോയിൻ്റേ നോക്കുന്നുള്ളൂ, അകപ്പെ ഉണ്ടോ? എൻ്റെ ശരീരം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇല്ല, 0. ഇതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തെ നമ്മൾ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ തകർന്നു പോകും. കാരണം ഒന്നും പുകഴാനില്ല, നേടാനില്ല,
അല്ലേ? മാർക്കൊന്നും കിട്ടാനില്ല, ആ അവസ്ഥയിലാണ്. ഒരു എക്സാമ്പിളോട് നമുക്കിങ്ങനെ ചിന്തിക്കാം. സാധാരണഗതിയിൽ നമ്മൾ സ്കൂളുകളിൽ ഈ ജയിക്കുന്ന പിള്ളേർ പലതരമുണ്ട്. അതായത് റാങ്ക് കിട്ടുന്നവരുണ്ട്, ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവരുണ്ട്, സെക്കൻഡ് ക്ലാസ് കിട്ടുന്നവരുണ്ട്, കഷ്ടിച്ച് കടന്നു കൂടുന്നവരുണ്ട്. തോക്കുന്നവർ 2 തരമേ ഉള്ളൂ. ഒന്ന് വിചാരിച്ചാൽ ജയിക്കാൻ പറ്റാവുന്നവനും എത്ര വിചാരിച്ചാലും ജയിക്കാൻ പറ്റാത്തവനും. 2 തരം ആൾക്കാരെ തോക്കുന്നവരുടെ കൂട്ടത്തിലുള്ളൂ. ഈ ജയിക്കാൻ പറ്റുന്നവരോട് ടീച്ചർമാർ എന്തായിരിക്കും പറയുന്നത്? ഒന്നും കൂടെ ഉത്സാഹിച്ച് പഠിക്കടാ, നിനക്ക് ജയിക്കാം. തോക്കുക മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള, അവൻ എഴുതുന്നത് പോലും എന്താണെന്ന് ആർക്കും വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അവനോട് എന്തായിരിക്കും ടീച്ചർ പറയുന്നത്? എൻ്റെ മോനെ വേറെ പണി വല്ലതും ഉണ്ടേ നോക്ക്, ഞങ്ങളുടെ സ്കൂളിന് പേരുദോഷം ഉണ്ടാക്കാതെ TC മേടിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും പറയുന്നത് അല്ലേ? ശരിക്കും നമ്മുടെ അവസ്ഥ അതാ. എല്ലാത്തിനും 0 കിട്ടുന്ന അവസ്ഥ. ഈ 0 കിട്ടുന്ന എനിക്ക് 100 കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പം ടീച്ചർ ഈ കൊച്ചിനോട് പറയാണ് ഒരു ദിവസം, മോനെ നീ എഴുതിയാൽ നിനക്കൊന്നും കിട്ടില്ല, പകരം ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താ? അല്ല, വഴി പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത ഞാൻ നിന്നോട് പറയാം. എന്താ ടീച്ചറെ? അതെന്താണെന്നറിയോ? ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദ്യം ഇടുന്നത് ഞാനാ. ഓ, അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി. ടീച്ചറാണോ ചോദ്യം ഇടുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു 5-6 ചോദ്യം എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഞാനത് പഠിച്ച് എഴുതിക്കോളാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നിൻ്റെ കയ്യിൽ തന്നാലും നീ പഠിച്ചെഴുതാൻ പോകുന്നില്ല, നിന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു, ശരിയാ ടീച്ചർ, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അടുത്ത സദ്വാർത്ത, പരീക്ഷാ പേപ്പർ നോക്കുന്നത് ഞാനാ. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ നമ്പർ ഇട്ട് എന്തെങ്കിലും എഴുതി വയ്ക്കാം, ജയിക്കാനുള്ള മാർക്ക് ടീച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ട് തന്നാൽ മതി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് പറ്റില്ല, കാരണം ഇതിന് മുകളിലുള്ള ആൾക്കാർ നോക്കി കഴിയുമ്പം ഒന്നും എഴുതാത്തവന് ഞാൻ തെറ്റായിട്ട് മാർക്ക് ഇട്ടതായിട്ട് കാണും, അതും സാധിക്കില്ല. അപ്പോൾ ഇവന് മനസ്സിലായി ജയിക്കാൻ പിന്നെ സാധ്യത ഒന്നുമില്ല. അപ്പോൾ ന്യായവിധി നേരിടാനും പറ്റില്ല, അല്ലേ? ജീവിതത്തിലെ പരീക്ഷകളുടെ ചോദ്യങ്ങൾ നേരിടാനും നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം നമുക്ക് 0 ഉള്ളൂ. അപ്പോൾ ടീച്ചർ പറയാണ്, ഒരു സദ്വാർത്ത എങ്ങടെ ഉണ്ട്. അതെന്താ? അപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലുള്ള പിള്ളേർക്ക്, അതായത് ഒട്ടും എഴുതാൻ പറ്റാത്ത ഡിസ്ലെക്സിയ പോലെ നോയിങ് ഡിസോർഡർ, അതായത് ലേണിംഗ് ഡിസോർഡർ ഉള്ള പിള്ളേർക്ക് ഒരു സ്ക്രൈബിനെ വെക്കാൻ ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നുണ്ട്. അതായത് ഇവൻ പറഞ്ഞാൽ മതി, സ്ക്രൈബ് എഴുതിക്കോളും. ടീച്ചർ പറയാണ്, സാധാരണഗതി സ്ക്രൈബിന് ഈ വിഷയമായിട്ട് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഇവൻ പറയുന്ന എഴുതാവുന്ന രീതിയിലുള്ള ഒരാളായിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത്, എഴുത്തറിയാവുന്ന ഒരാൾ. പക്ഷേ ഇവിടെ ടീച്ചർ പറയാണ്, ഈ പ്രാവശ്യം നിൻ്റെ സ്ക്രൈബ് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് എത്ര മാർക്ക് കിട്ടും? ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന, ആൻസർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന അതേ ആൾ തന്നെ ഈ എക്സാം ഇവന് പകരക്കാരനായിട്ട് എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും അവന്? 0 കിട്ടുന്നതിന് പകരം 0 കിട്ടും. അപ്പം നമ്മളെപ്പോലെ 3ാമത്തെ തലത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമുക്ക് പകരം എക്സാമിനേഷൻ എഴുതാൻ ഒരു പകരക്കാരനില്ലാതെ നമുക്കിതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അവിടെയാണ് സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ഇതാണ് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. യു നീഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം റോമാലേഖനം 7-ാം അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. അതെങ്ങനെയാണ് നമ്മൾ വായിച്ചത്? നമ്മുടെ ആ ബുദ്ധിയിൽ നമുക്കിത് അനുസരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് സാധിക്കില്ല എന്നുള്ള തലത്തിൽ അത് അവസാനിപ്പിച്ചു. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല, കാരണം ഈ നീതിക്ക് നമ്മൾ അടിമകളാണ്, അടിമകൾക്ക് എക്സ്ക്യൂസ് ഇല്ല, ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാനൊട്ട് കഴിയത്തുമില്ല. അതാണ് അവസ്ഥ. അപ്പം നമ്മൾ എങ്ങനെ രക്ഷിക്കും? റോമാലേഖനം 8:3 പറയുന്നു, ജഡത്താലുള്ള ബലഹീന നിമിത്തം, അതായത് എൻ്റെ ശരീരം കൊണ്ടുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. അപ്പം ന്യായപ്രമാണം വിചാരിച്ചിട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? എൻ്റെ ജഡം ബലഹീനമായതുകൊണ്ട്, ഇതിൽ അകപ്പെ ഉണ്ടാകാത്തത് കൊണ്ട് കഴിയുന്നില്ല. ദൈവം തൻ്റെ പുത്രനെ, ഇത് 3-ാം വാക്യവും 4-ാം വാക്യവും കൂടെ ഞാൻ പറയുന്നത്, 8:3, പാപജഡത്തിൻ്റെ സദൃശത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പം ദൈവത്തിൻ്റെ പരിഹാരം എന്തായിരുന്നു? എൻ്റെ ശരീരത്തിൽ ഇത് നിറവേറാത്തത് കൊണ്ട് ദൈവം അവൻ്റെ പുത്രനെ എൻ്റെ ശരീരം പോലുള്ള പാപജഡത്തിൻ്റെ സദൃശമുള്ള ഒരു ശരീരവുമായിട്ട് ഈ ലോകത്തിലേക്ക് വിട്ടു. അപ്പോൾ ഒരു പകരക്കാരനെ വെക്കുകയാണ് ദൈവം ശരിക്കും ചെയ്തത്. എന്നിട്ട് ഞാൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ ആ ശരീരത്തിന്മേൽ വഹിച്ചു. എൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നിത്യമായിട്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നേനെ. അപ്പോൾ നിത്യനായ പുത്രൻ്റെ ശരീരത്തിന്മേൽ ഒരു ടൈമുണ്ട്, അറ്റ് വൺ സിംഗിൾ ടൈം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു മരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ശരീരത്തിന്മേൽ എൻ്റെ പാപങ്ങൾ എന്നേക്കുമായി വിധിക്കപ്പെട്ടു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ന്യായപ്രമാണം എൻ്റെ ജഡം ബലഹീനമായതുകൊണ്ട് എന്നിൽ നിറവേറാതെ പോയ പ്രമാണം
ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിറവേറേണ്ടതിന് തന്നെ. ഇപ്പം 2 കാര്യങ്ങളാണ് പകരക്കാരനെ വെച്ച് കർത്താവ് സാധിച്ചത്. 1, എൻ്റെ പാപത്തിന് അവൻ ശിക്ഷ അനുഭവിച്ചു. 2, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത കാരണം എന്നിൽ നിറവേറാതെ പോയിരുന്ന ന്യായപ്രമാണം ബലഹീനതകളില്ലാത്തൊരു ശരീരത്തിന്മേൽ നിറവേറ്റി എനിക്കതിൻ്റെ നീതിയുടെ പ്രതിഫലം കർത്താവ് തന്നു. ഈ 2 കാര്യങ്ങളാണ് യേശു എന്ന പകരക്കാരൻ എനിക്ക് വേണ്ടി ചെയ്തത്. ഇത് നമ്മൾ ഒന്നും കൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും നല്ലതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ അനുഭവം പറയുന്നതിലൂടെയാണ് എനിക്കിത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, വീണ്ടും ഞാൻ അനുഭവം പ്രാപിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായ അവസ്ഥ ഇതാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിസ്സഹായനായിട്ട് അവൻ്റെ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുകയായിരുന്നു. രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവ പൈതലും ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ നീതിയുടെ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെ നിന്ന് മാത്രമേ നമുക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കുറ്റങ്ങൾ പറയാൻ, ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പിശാചും സാത്താനും അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു പൊട്ട വക്കീലിനെ വിളിച്ചുകൊണ്ടും പോയിട്ടുണ്ട്. അങ്ങനെ 3 പേരാണ് അവിടെ നിൽക്കുന്നത്, ദൈവം കൂടാതെ. അപ്പോൾ സാത്താൻ നിന്നുകൊണ്ട് പറയാണ്, ഇവൻ ഒരു കൊലപാതകിയാണ്, ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇവനൊരു കൊലപാതകിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടില്ല, ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ല, മറ്റുള്ളവർ കൊല്ലുന്ന കോഴിയെ തിന്നുന്നുമില്ല, എന്നിട്ടും എന്നെ കൊലപാതകിയെന്ന് വിളിച്ച ഇവൻ കള്ളനല്ലേ? കർത്താവ് പറഞ്ഞു, നീ കോഴിയെ തിന്നോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം, സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ ദ്വേഷിക്കാത്ത ആൾക്കാർ കുറവാണ്. കാരണം എനിക്ക് ചെറുപ്പം തൊട്ട് ഈ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ഒന്നും അനുസരിക്കുന്നില്ല ആകമേ, പക്ഷെ പുറമേ കാണുമ്പോൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മനുഷ്യരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ പെർഫെക്റ്റ് അല്ലാത്തവരോടല്ല എനിക്ക് പുച്ഛമാണ്. ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കുന്നവരോട് ഭയങ്കര പുച്ഛമാണ്. അപ്പം ഞാൻ കാരണം പഠിത്തം നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവമേ, ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെവിടെയെങ്കിലും എന്നെ ശപിക്കുമായിരിക്കുമോ, അതോ അവരേതെങ്കിലും ഒരു ഗതിയിൽ എത്തിക്കാണോ, ഞാൻ പലപ്പോഴും വേദനയോട് ഓർക്കാറുണ്ട്. ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് ശരിക്കും ദ്വേഷം കൊണ്ട്. അപ്പം ദൈവത്തിന് മുമ്പിൽ ഞാൻ സമ്മതിച്ചു, കർത്താവ് ശരിയാണ്, ഞാനൊരു കൊലപാതകയാണ്, ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. അത് ശാരീരികമായിട്ടല്ല, അവരെ മാനസികമായി ഇല്ലാതാക്കിയിട്ടുണ്ട്, അവരുടെ ഭാവി നശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ നീതിബോധം കാരണം സംഭവിച്ചതാണ്. ഞാൻ നന്നാകാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ ഇത് മറ്റുള്ളവർക്ക് വിനയായിട്ടാണ് മാറിയത്. പരീശന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അവർ നല്ലവരാകാൻ വേണ്ടി എല്ലാം ചെയ്തത്, പക്ഷെ അതെല്ലാം അവർക്ക് വിനയായി മാറുകയായിരുന്നു. മറ്റുള്ളവർക്ക്, അല്ലെ പാപികൾക്ക്, അവർക്ക് വിശ്വാസികളായി വരാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ അകറ്റിക്കളയാണ് ചെയ്തത്. ഇതേപോലൊരു കുടില ഹൃദയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ എനിക്ക് കാണാൻ പറ്റി ഞാനൊരു കൊലപാതകയാണെന്നുള്ള കാര്യം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വ്യഭിചാരം, മോഷണം, 10 കൽപ്പനകളെല്ലാം അവസാനം പറയാണ് ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ വിഗ്രഹങ്ങളെ എതിർത്ത് യാക്കോബ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഞാൻ. അതിനുശേഷം വിശ്വാസമൊന്നും അല്ലായിരുന്നു, എന്നാൽ പോലും ഈ വിഗ്രഹങ്ങളുള്ള പള്ളിയിൽ പോയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 15 വയസ്സുള്ളപ്പം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വിഗ്രഹാരാധിയാന്ന് ഇവൻ പറഞ്ഞ, അപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, നീയാണ് നിൻ്റെ വിഗ്രഹം, ആരും കുറ്റം പറയരുതെന്ന് നീ ആഗ്രഹിക്കുന്നു, എല്ലാവരും നിന്നെ പുകഴ്ത്തി പറയണം, നിന്നെ വെനറേറ്റ് ചെയ്യണം, നിന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ബഹുമാനം പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വിഗ്രഹം നീ തന്നെയാണ്. നീ നിന്നെ കൊണ്ട് നടന്ന് എല്ലാവരുടെ മുമ്പിൽ നല്ലവനായി അവതരിപ്പിക്കുകയാണ്, അവർ നിന്നെ ബഹുമാനിക്കാൻ വേണ്ടി നീ കാത്തിരിക്കുകയാണ്, ഇതാണ് നിൻ്റെ വിഗ്രഹം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല. പിശാച് എന്തു പറയുന്നോ അതെല്ലാം യെസ് 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 യെസ്. ഞാൻ മടുത്തു. ഞാൻ അവസാനം കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ വക്കീൽ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ കർത്താവ് ആ വക്കീലിനോട് ചോദിച്ചു. ആ വക്കീലിൻ്റെ പേരെന്നാണെന്നറിയോ? നിയമം. കാരണം ചെറുപ്പം തൊട്ട് ഞാൻ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ വിചാരം ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ നിയമം എന്നെ സഹായിക്കുമെന്ന്. ഉടനെ ദൈവം നിയമത്തെ വിളിച്ചു. എങ്ങനെയുണ്ട് ആ ചേസിൻ്റെ കൂടെ നീ വളരെ ചെറുപ്പത്തിലെ കൂടിയതാണല്ലോ, ഇപ്പോൾ 10-22 വയസ്സായില്ലേ, ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇവൻ പറയാം, എൻ്റെ കർത്താവേ, ഇവൻ്റെ കൂടെ ഞാൻ കൂടി എന്നുള്ള സത്യമാണ്, പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇവനെ നന്നാക്കാൻ പറ്റത്തില്ല. ഇവൻ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ ഞാൻ പറയുന്നൊന്നും അനുസരിക്കാൻ പറ്റിയൊരു ശരീരം ഇവനില്ല, അതുകൊണ്ട് ഒന്നും ശരിയായിട്ടില്ല. എനിക്ക് വേണ്ടി വാദിക്കാൻ കൊണ്ടുവന്ന വക്കീല. ഞാൻ തകർന്നുപോയി. ഞാൻ കർത്താവിനോട് പറയാം, കർത്താവേ ശരിയാണ്, ഇനി എനിക്ക് നിൽക്കാൻ ഒരു ആലിബി ഇല്ല, എനിക്ക് പകരം പറയാനൊരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട, എന്നെ നരകത്തിലോട്ട് തന്നെ തട്ടിയരേ. കാരണം നിൻ്റെ മുമ്പിൽ ഇങ്ങനെ പാപിയായിട്ട് നിൽക്കുന്നേക്കാളും ഭേദം നരകത്തിൽ കിടന്ന് നിന്നെ കാണണ്ടല്ലോ, അത്രയെങ്കിലും ഒരു ആശ്വാസം എനിക്ക് തന്നേരെ. ഇതാ ഇയ്യോബ് പറയുന്നത്, ഞാൻ നിന്നെ കണ്ടുപോയല്ലോ, അതുകൊണ്ട്
ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ അനുദപിക്കുക. അപ്പോൾ ശരിക്കും ഞാൻ പോയി നരകത്തിൽ കിടന്നോളാം, ദൈവത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഞാൻ നിലവിളിക്കുന്നത്. ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞു. കാരണം ആകെ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ കുറ്റക്കാരനായി മാറുന്നതും കാണുമ്പം വേറൊരു വഴിയുമില്ല, രക്ഷപ്പെടുത്താൻ ആരുമില്ല. കർത്താവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല, നീ എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്, പക്ഷേ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല, നീ സമാധാനമായിട്ട് പോയിക്കോ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ കർത്താവെ അങ്ങനെ ചെയ്തത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്രൻ മനുഷ്യരുടെ കോടതിയിൽ ഇങ്ങനെ പോയി നിന്നിരുന്നു, നീ ഇന്ന് എൻ്റെ കോടതി നിൽക്കുന്ന പോലെ. അന്ന് പീലാത്തോസ് അവനോട് ചോദിച്ചു, ഒരു വാക്ക് നീ പറ, ഒരു വാക്ക് നീ ചെയ്തിട്ടില്ല എന്ന് പറ. നിനക്കെതിരെയുള്ള സാക്ഷിമൊഴികളൊന്നും ഒത്തിട്ടില്ല, നിന്നെ വെറുതെ വിടാൻ അധികാരമുള്ളവനാ ചോദിക്കുന്നത്, ഒന്ന് പറ, എനിക്ക് നിന്നെ കൊല്ലണം എന്നില്ല. കർത്താവ് മിണ്ടുന്നില്ല. സത്യത്തിൽ പീലാത്തോസിനെ കുരുക്കിയത് കർത്താവാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനിത് ചെയ്തിട്ടില്ല. നമ്മളാണെ പണ്ട് അലറി വിളിച്ചേനെ. നമ്മൾ ചെയ്ത കാര്യം ഒരാൾ ചോദിച്ചാൽ തന്നെ ഇല്ലെന്ന് പറയാൻ തെളിയിക്കാൻ നമ്മളെല്ലാ പാടുമ്പോഴും. പീലാത്തോസ് ശരിക്കും വിഷമിച്ചു പോയി. അവിടെ എഴുതിയിരിക്കുന്ന പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ജീസസ് വാസ് സൈലൻറ്റ്, ജീസസ് ഡിഡ് നോട്ട് അട്ടർ എ സിംഗിൾ വേർഡ് ടു ദ ഗ്രേറ്റ് അമേസ്മെൻറ്റ് ഓഫ് ദ ഗവർണർ എന്നാണ്. ഗവർണർ അമ്പരന്ന് പോയി എന്നാ മിണ്ടാതിരിക്കുന്നത്. രക്ഷപ്പെടാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ക്രൂശിലെ നിസ്സഹായമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വാക്ക്, ഞാൻ ചെയ്തിട്ടില്ല. സാക്ഷിമൊഴികൾ പോരാ. അപ്പോൾ സീസറിന് പീലാത്തോസിന് എഴുതാം, സീസറെ ഇങ്ങനെ ഒരുത്തനെ പ്രതിയായിട്ട് കൊണ്ടുവന്നായിരുന്നു, പുള്ളിയോട് ചോദിച്ചു, പുള്ളി കുറ്റം നിഷേധിച്ചു. ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഒരു സാക്ഷിമൊഴി ഒത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അയാളെ വെറുതെ വിട്ടതെന്ന് പറയാമായിരുന്നു. പക്ഷേ യേശു കുറ്റം നിഷേധിക്കുന്നില്ല, എഗ്രിയുന്നുമില്ല, നിഷേധിക്കുന്നുമില്ല, നിശബ്ദൻ. കർത്താവിനോട് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു അങ്ങനെ നിന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് നീ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ്. നിൻ്റെ പാപങ്ങളും കൊണ്ടാണ് അവൻ അന്ന് മിണ്ടാതിരുന്നത്. അന്ന് അവൻ മരിച്ചത് നിൻ്റെ മരണത്തിന് പകരമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു, കർത്താവേ നന്ദി, നീ എന്നെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. പക്ഷെ ഞാനിപ്പോഴും ഞാൻ പാപിയ തന്നെയല്ലേ, പാപം മോചിക്കപ്പെട്ടെന്നുള്ളൂ, പക്ഷേ എൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിൽക്കുക ഒരു നിമിഷം. അവൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് തന്നു, അവൻ്റെ സ്വഭാവത്തെ എൻ്റെ ഉള്ളിലേക്ക് തന്നു. നീതിമാൻ എന്നൊരു പേര് എഴുതി എന്നെ ഒട്ടിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത്രയും പാപം ഈ സാത്താൻ പറഞ്ഞിട്ട് എനിക്കൊന്നും നിഷേധിക്കാൻ പറ്റിയില്ല, എൻ്റെ വക്കീലിന് നിഷേധിക്കാൻ പറ്റില്ല, നീ എന്നെ എങ്ങനെ നീതിമാൻ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ഇതൊരു ഇമാജിനേഷനാണ്. കർത്താവ് പറയാണ്, ഇത് നിൻ്റെ നീതിയല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കൊരു പകരക്കാരൻ ജീവിച്ചിരുന്നു. അവൻ നീ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടങ്ങളും അനുഭവിച്ചു, അവിടെ എല്ലാം അവൻ ജയിച്ചു. നിനക്ക് പകരം അവൻ നീതിയായി മാറി. ആ നീതിയാണ് നിന്നെ ഞാൻ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. യു ആർ റൈച്ചസ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീതിമാനായിട്ടാണ് കോടതിയിൽ നിന്ന് വെളിയിറങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ അവസ്ഥ എന്താണ്. സംശയാനുകൂല്യത്തിൽ വെറുതെ വിടുവല്ല. നിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ വിടുവാന്നല്ല, തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്നെ നീതിമാനെന്ന് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ട് വെറുതെ വിടുക. ഇതാണ് വീണ്ടും ജനനത്തിൻ്റെ സന്തോഷം. ഞാൻ പുതിയൊരാളായിട്ടാണ് വരുന്നത്. എൻ്റെ മേലിൽ വീണ്ടും ജനിച്ചതിൻ്റെ സ്റ്റാമ്പുണ്ട്. ഞാൻ പുതിയ നീതിയാൽ ജീവിക്കാൻ വേണ്ടി, ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. എനിക്കൊരു പകരക്കാരനുണ്ട്. ക്രൂശിൽ എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രലോഭനങ്ങളിലും അതിനെ നേരിടാനും 100 മാർക്ക് വാങ്ങിച്ചു തരാനും എനിക്കൊരു പകരക്കാരൻ, സ്ക്രൈബുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് 0 കിട്ടിയാലും അതേ കിട്ടുള്ളൂ, കാരണം എനിക്ക് യേശുവിൻ്റെ അകപ്പയില്ല. പക്ഷേ യേശു എൻ്റെ അടുത്തുണ്ട്, അവന് നിങ്ങളോട് അകപ്പയുണ്ട്. അപ്പം ഞാൻ പറയാം, കർത്താവെ ഞാനല്ല, നീയാണ്. അതാ എൻ്റെ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസം അതാണ്. ഞാനല്ല കർത്താവെ, നീയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളെ നോക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. പക്ഷേ പ്രതിഫലം എനിക്കാണ്. അവൻ ആർക്ക് വേണ്ടിയാണ് ഇത് സമ്പാദിച്ചത്? ഈ നീതി എനിക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുമ്പം അവൻ്റെ നീതി എൻ്റെ അക്കൗണ്ടിലേക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ 100-ൽ 100 മേടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് 0 ഉള്ളൂ. വെറും 0കാരനായ ഡിസ്ലെക്സിയ പിടിച്ച ഒന്നും അറിയാൻ വയ്യാത്ത ഞാൻ ഇപ്പോൾ 100-ൽ 100 മേടിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം, ഇനി 4ാമത്തെ തലം പാപത്തിലേക്ക് നമ്മൾ പോവുക. 3ാമത്തെ ലെവലിലാണ് നമ്മൾ പകരക്കാരനെ കണ്ടുപിടിച്ചത്. 4ാമത്തെ തലം എന്താണെന്നറിയോ? അത് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നൊരു തലമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:8 പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച് എന്തുകൊണ്ട് ബോധം വരുത്തും? അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും.
അപ്പോൾ ശരിക്കും എന്താണ് പാപം? എനിക്കൊരു പകരക്കാരനുണ്ട്, പക്ഷേ എനിക്ക് അത് വിശ്വസിക്കാൻ സൗകര്യമില്ല. ഞാൻ എൻ്റെ നീതിയിൽ ആശ്രയിക്കുന്നു. ഞാൻ നന്നായിക്കോളും, ഞാൻ നന്നായാൽ മതി എന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ പ്രസംഗിക്കുമ്പം എനിക്ക് ജയിക്കണം, എന്നെ ആൾക്കാർ അറിയണം, എനിക്ക് ജീവിക്കാനുള്ള വകയുണ്ടാകണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുവല്ല, ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ, പ്രാകൃതനായ പാപം ചെയ്യാൻ മാത്രം പറ്റുന്ന പഴയ മനുഷ്യൻ പ്രസംഗിക്കുന്നു. അതേസമയത്ത് ഞാൻ പറയുന്നു, വിശ്വാസത്താൽ കർത്താവേ ഞാനല്ല, യേശുവാണ് എന്നിലൂടെ സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, അതിനായി ഞെരങ്ങുമ്പോൾ, യേശു എന്തിനു വേണ്ടി പ്രസംഗിക്കുന്നോ അതേ മോട്ടിവേഷൻ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. പൂർണ്ണമാകുന്നില്ല, പെർഫെക്റ്റ് ആകുന്നില്ല. പെർഫെക്റ്റ് ആക്കാൻ മാത്രം ആത്മാവിൻ്റെ കൃപാവരങ്ങളുള്ള കർത്താവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പക്ഷെ ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ ഇത് ചെയ്യുമ്പോൾ അത് നാലാമത്തെ തലത്തിലുള്ള പാപമായിട്ട് മാറുന്നു. യു ഹാവ് എ സബ്സ്റ്റിറ്റ്യൂട്ട്, പക്ഷെ നിനക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ വേണ്ട. ഒരു പകരക്കാരനുണ്ട്, വേണ്ട. കാരണം അത് പ്രാക്ടിക്കൽ അല്ല, നിന്ദിക്കപ്പെടാം, ആളുകൾ കളിയാക്കാം, സക്സസ് ആകാൻ സാധ്യതയില്ല, ക്രൂശിൽ തറയ്ക്കപ്പെടാം, അതുകൊണ്ട് വേണ്ട, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പൊക്കോളാം, അതാണ് എനിക്ക് ബെറ്റർ എന്ന് പറയുമ്പോൾ നാലാമത്തെ തലം വിശ്വാസ നിഷേധമാണ്. ക്രിസ്തു എന്ന പകരക്കാരനെ വേണ്ട എന്ന് വെക്കുന്നതാണ്. എനിക്ക് അവനോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ അങ്ങനെ ക്ഷമിച്ച് അവനെ നന്നാക്കി വിടുന്നില്ല, അവൻ കുറച്ച് അനുഭവിക്കട്ടെ. ഇതാണ് യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ ഒരാൾ രാവിലെ മീറ്റിംഗ് തുടങ്ങാൻ നേരത്തെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ ഇന്ന് ഞാൻ കർത്തൃമേശ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ എന്താ കാര്യം? അതെ, ഒരാളോട് ഇത്തിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ ബാ നമുക്ക് തീർക്കാം, ഇപ്പം തന്നെ തീർക്കാം. അങ്ങനെ ഇപ്പം തീർക്കുന്നില്ല. അതെന്നെ? അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് തീർക്കുന്നുള്ളൂ, എനിക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ അതുവരെ ഇവൻ കർത്തൃമേശ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പകരക്കാരനുണ്ട്, ക്ഷമിക്കാം, ഞാനല്ല കർത്താവത്രയെന്ന് പറഞ്ഞാൽ മതി, നിമിഷം കൊണ്ട് തീരും. പക്ഷെ പറയാൻ തയ്യാറല്ല, കാരണം അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാനിത് വിടുന്നുള്ളൂ. അവിടെ വരുമ്പോൾ അവിശ്വാസം എന്ന ഘോരമായ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അവിശ്വാസം ഡിസ്കണക്ട്സ് അസ് വിത്ത് ക്രൈസ്റ്റ്, ഫ്രം ക്രൈസ്റ്റ്. വിശ്വാസം ക്രിസ്തുവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നു, അവനെ നമുക്ക് പകരക്കാരനായി നൽകുന്നു. ഇതാണ് പാപത്തിൻ്റെ സെൻസിറ്റിവിറ്റി. ആത്മാവ് നമ്മളിൽ വളരുന്നതനുസരിച്ച് നാം ഒന്നുമല്ലെന്നും നമുക്ക് എന്ത് വിചാരിച്ചാലൊന്നും സാധിക്കില്ലെന്നും, പകരക്കാരൻ എന്നാൽ എപ്പോഴും അവൈലബിൾ ആണെന്നും, കൃപാസനം എപ്പോഴും തുറന്നു കിടക്കുന്നെന്നും, എപ്പോൾ വേണമെങ്കിലും ആ കൃപാസനത്തിലേക്ക് ധൈര്യമായി പ്രവേശിക്കാമെന്നും വചനം നമ്മളോട് പറയുന്നു. എന്നാൽ അത് നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ വി ആർ ഡിനൈയിങ് ഗോഡ്സ് പ്ലാൻ ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വഴി. ക്രൂശിൽ നമുക്ക് പകരക്കാരൻ, അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഓരോ പ്രലോഭനങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നമുക്കൊരു പകരക്കാരനുണ്ട്. യേശു നമുക്ക് പകരം മരിക്കുക മാത്രമല്ല ചെയ്തത്, യേശു നമുക്ക് പകരം ജീവിക്കുകയും കൂടെ ചെയ്തു. അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ പരിജ്ഞാനത്തിലേക്കും നീതിയിലേക്കും പോകുന്നത്.